മധുരയിലെ തിരുപ്പരൻകുണ്ട്രം മുരുകക്ഷേത്രത്തിന് സമീപത്ത് നിന്നും മനോജ് ഒരിക്കൽ കൂടി ചേരുകയാണ്. മനോജ്, നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്ന അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ നിയമ നടപടികളൊക്കെ ഉണ്ടായതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ അധികാരം സംബന്ധിച്ച് ക്ഷേത്രം മാത്രമല്ല, ഈ ഒരു കുന്നിൻ്റെ ഉടമസ്ഥ അവകാശം സംബന്ധിച്ച് വളരെ കൃത്യമായ കോടതി വിധികൾ ഉള്ളതാണ്. 1931 പ്രിവ്യൂ കൗൺസിലിൻ്റെ തീരുമാനമനുസരിച്ച് ഈ ക്ഷേത്രം ഉൾപ്പെടുന്ന ഈ കുന്ന് വളരെ കൃത്യമായി അത് ഹിന്ദു പ്രോപ്പർട്ടിയാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവിടേക്കാണ് ഇത്തരത്തിൽ വഖഫിൻ്റെ പേരിൽ ഒരു വലിയ കയ്യേറ്റം അവിടെ നടക്കുന്നത്. അവിടെ ഒരു ദർഗയുണ്ട് എന്നതാണ് അവർ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. വിനോദം, നമുക്കറിയാം ഈ മുഗൾ സാമ്രാജ്യത്തിൻ്റെയൊക്കെ തേരോട്ടത്തിനിടയിൽ നമ്മുടെ ഒട്ടേറെ ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. അവിടെയെല്ലാം ടിപ്പുവിൻ്റെ പടയോട്ട കാലത്തൊക്കെ വളരെ കൃത്യമായി അവിടെ ക്ഷേത്രങ്ങളൊക്കെ തകർക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി. അതിനു മുകളിൽ ദർഗകൾ ഉയർന്നു വന്നു, മുസ്ലിം പള്ളികൾ ഉയർന്നു വന്നു. അതിൻ്റെയൊക്കെ പേരിലാണ് ഇപ്പോൾ വലിയ അവകാശവാദം ഉന്നയിക്കുന്നത്. ഒട്ടേറെ നിയമതർക്കങ്ങളുടെ ഭാഗമായി അതിൻ്റെ ഫലമായി ഇത് ഹൈന്ദവ സ്വത്താണ് എന്ന് പറഞ്ഞിട്ടും അവിടെ അതിക്രമിച്ചു കയറാനുള്ള നീക്കമാണ് അവിടെ നടക്കുന്നത്. മനോജ്, അവിടെ സമീപവാസികൾ നമ്മളോട് പങ്കുവെക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? നമ്മുടെ പ്രേക്ഷകരിൽ തമിഴ് വംശജരായ പ്രേക്ഷകരും ഈ വാർത്ത കാണുന്നുണ്ട്. കുറുപ്പുസ്വാമിയെ പോലുള്ള പ്രേക്ഷകർ കാര്യത്തിൽ തമിഴിൽ തന്നെ പ്രതികരണം നമ്മുടെ ഓൺലൈനിൽ കുറിച്ചിട്ടുമുണ്ട്. മനോജ്, കേൾക്കാമോ? തീർച്ചയായും ഇവിടെയുള്ളവരുടെ കേൾക്കുന്നുണ്ട്. ഇവിടെയുള്ളവരുടെ പ്രതികരണത്തിലേക്ക് പോകാം. അതിനു മുൻപ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അതായത് 1923 ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പരാതി പോകുന്നത്. പിന്നീട് അത് 1931 നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രിവ്യൂ കൗൺസിൽ ഇത്തരത്തിൽ ക്ഷേത്രത്തിന് അനുകൂലമായി തന്നെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാകുന്നു. അതിനുശേഷം ഇങ്ങനെയുള്ള ശ്രമങ്ങൾ, അതായത് ഇവിടെ കാർത്തിക ദീപം പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് തന്നെയാണ്. ക്ഷേത്രത്തിന് മുകളിലായി തന്നെ അതിനുവേണ്ട സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ കാർത്തിക ദീപം തെളിക്കുമ്പോഴും ഇങ്ങനെ ചില ശ്രമങ്ങൾ, അതായത് ഈ ക്ഷേത്ര ആചാരങ്ങൾക്കെതിരെ ചില ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിൽ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ദർഗ എന്ന് പറയുമ്പോഴും ഈ സിക്കന്ദർ ഷായുടെ, അദ്ദേഹം സുൽത്താനായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. ഈ ചരിത്ര രേഖകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരാവശിഷ്ടങ്ങൾ സംസ്കരിച്ചിട്ടുള്ളത് മറ്റൊരു സ്ഥലത്താണ്, ഓരിപ്പാളയം എന്നുള്ള ഒരു സ്ഥലത്താണ്. എന്നാൽ ഇതിനെ ദർഗ എന്ന് പറയുന്നതിൽ അതിന് പിന്നിൽ വസ്തുത എന്ന് പറയുന്നത് ഈ ഓരിപ്പാളയത്താണ് അദ്ദേഹത്തിൻ്റെ ശരീരാവശിഷ്ടം, അതായത് ബോഡി പാർട്സ് അംഗത. அதாவது மேலே சொல்லக்கூடிய சுல்தான் பாதுஷா சிக்கந்தர் அவுலியா அப்படின்னு சொல்லக்கூடிய அவங்களோட தர்கா இருக்குது அப்படின்னு சொல்கிறாங்க. அதோட தர்கானா எப்போதுமே வந்து பாடி உள்ளே இருந்தால் அந்த பாடியை வந்து வணங்குறது தான் வந்து தர்கான்னு சொல்லுவாங்க. அந்த தர்காவில் பாடி இருக்கான்னு கேட்டால் എന്തായാലും വലിയ പ്രക്ഷോഭം തന്നെ ആ മേഖലയിൽ ഉയർന്നു വരുന്നുണ്ട്. നമുക്കറിയാം, മുരുകൻ എന്ന് പറയുന്ന ആരാധനാമൂർത്തി, എനിക്ക് തോന്നുന്നു കേരളത്തെക്കാൾ കൂടുതൽ അതിന് ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ളത് തമിഴ്നാട്ടിലാണെന്ന്. കാരണം ഈ പഴനി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി വിശ്വാസികൾ അവിടെ മുരുക ഭക്തരായി തന്നെ നമ്മൾക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. അവിടെ ഇപ്പോൾ നടന്നത് വഖഫിൻ്റെ കയ്യേറ്റമല്ല, അത് ലാൻഡ് ജിഹാദ് തന്നെ എന്നുള്ള നിലയിലാണ്. പ്രകാശൻ വേലിക്കുട്ടിയെ പോലുള്ള പ്രേക്ഷകർ അങ്ങനെയാണ് പറയുന്നത്. അതിനെ പലതരത്തിൽ വിശേഷിപ്പിക്കാം. പക്ഷേ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലാണ് ഇത്തരത്തിൽ മൃഗഹത്യ നടത്തിക്കൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ അവകാശവാദം ഏറ്റെടുക്കാനുള്ള വലിയ ആസൂത്രിതമായ നീക്കമാണ് ഈ മധുരയിൽ നടക്കുന്നത്. വിനോദ്, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഒരു പറ്റം രാഷ്ട്രീയ കക്ഷികൾ, അത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ സംയുക്തമായി പരാതി നൽകിയിരിക്കുകയാണ് ജില്ലാ കളക്ടർക്ക്. DMK ഉണ്ട്, ADMK ഉണ്ട്, CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. അതായത് അവിടെ മുസ്ലിം ജനവിഭാഗത്തിന് പ്രാർത്ഥിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. മനോജ് വീണ്ടും ചേരുന്നുണ്ട്. മനോജ്, അവിടെ DMK ഉൾപ്പെടെയുള്ള കക്ഷികൾ, CPM ഉൾപ്പെടെയുള്ള കക്ഷികൾ പറയുന്നത് അവിടെ ഹിന്ദുത്വ ശക്തികൾ അവിടുത്തെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. നോക്കൂ, ആ നഗരത്തിൻ്റെ തന്നെ ആ പ്രത്യേകത വെച്ച് നോക്കുമ്പോൾ എത്രയോ നൂറ്റാണ്ടുകളായി, ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യമുള്ള ക്ഷേത്രം, അവിടെ ഒരു ക്ഷേത്ര നഗരിയായി തന്നെ നിലകൊള്ളുന്ന ഒരു സ്ഥലമാണ് ഈ മധുരയിലെ തിരുപ്പൻകുണ്ട്രം മുരുകക്ഷേത്രവും പരിസരവും എന്ന് പറയുന്നത്. അവിടെ സ്വൈര്യം കെടുത്താൻ ഹിന്ദുത്വ ശക്തികൾ ശ്രമിക്കുന്നു എന്നാണ് ഇവരുടെ എല്ലാം പരാതി. യഥാർത്ഥത്തിൽ ഇവർ ആർക്കാണ് ഒത്താശ ചെയ്യുന്നത് എന്ന് വളരെ കൃത്യമല്ലേ?
നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇനി തുടർ വാർത്തകളിൽ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ മലയാളികൾക്ക് ഈ ക്ഷേത്രം എത്രമാത്രം പരിചിതമാണ് എന്ന് അത് ഇനിയും നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം മധുര മീനാക്ഷി ക്ഷേത്രം, അവിടെ എല്ലാ മലയാളികളും അവിടെ തമിഴ്നാട് സന്ദർശിക്കുന്ന അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന മലയാളികൾ, ഹൈന്ദവരായിട്ടുള്ള ഭക്തർ അല്ലെങ്കിൽ എല്ലാവരും ടൂറിസം ഒക്കെ അല്ലെങ്കിൽ കൂടുതൽ സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർ ഒക്കെ പോകുന്ന ക്ഷേത്രമാണ് മധുര മീനാക്ഷി ക്ഷേത്രം. അപ്പോൾ മനോജ് തന്നെ ചേരുകയാണെങ്കിൽ മനോജിൻ്റെ കയ്യിൽ നിന്ന് ആ പ്രതികരണം നമുക്ക് തേടേണ്ടതുണ്ട്. ഈ മധുര മീനാക്ഷി ക്ഷേത്രവുമായി അടുത്തുള്ളൊരു ക്ഷേത്രമാണോ? അങ്ങനെയാണെങ്കിൽ ഇനിയും ഇവിടുന്ന് പോകുന്ന ഭക്തർ ഈ തമിഴ്നാട് മധുരൈ തിരുപ്പൻകുണ്ട്രം മുരുകക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തണം എന്നാണ് നമ്മൾക്ക് പറയാനുള്ളത്. കാരണം അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രത്തിലാണ് മറ്റൊരു വിഭാഗം അവകാശവാദം ഉന്നയിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ പാരമ്പര്യം, അവിടുത്തെ വിശ്വാസം, അത് തമിഴ് ജനത മാത്രം ഉൾക്കൊള്ളേണ്ട ഒരു സംഭവമല്ല. കേരളത്തിൽ നിന്നുള്ള ആളുകളും തമിഴ്നാട്, പ്രത്യേകിച്ചും മധുര മീനാക്ഷി ക്ഷേത്രമൊക്കെ സന്ദർശിക്കുമ്പോൾ അതിന് സമീപത്ത് ഉള്ള ക്ഷേത്രമായിരിക്കണം. കാരണം ഇത് മധുര തന്നെയാണല്ലോ. മനോജ് കേൾക്കാമെങ്കിൽ മധുര മീനാക്ഷി ക്ഷേത്രത്തിന് അടുത്താണോ ഈ ക്ഷേത്രം? ഈ ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട വഴികൾ അതുകൂടി ഒന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് കൂടി അത് ഉപകാരമാകും. കാരണം മധുരയൊക്കെ സന്ദർശിക്കുന്ന ആളുകൾക്ക് ഈ തമിഴ്നാട് മധുരൈ തിരുപ്പൻകുണ്ട്രം മുരുകക്ഷേത്രം കൂടി സന്ദർശിക്കട്ടെ, അതുകൂടി ഒന്ന് വ്യക്തമാക്കാമോ? തീർച്ചയായും മധുരൈ ക്ഷേത്രത്തിന്, അതായത് മധുരൈ മീനാക്ഷിയമ്മൻ ക്ഷേത്രം ഏറെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ്. അതിന് കിലോമീറ്ററുകൾക്ക് പുറത്താണ് ഈ ഒരു ക്ഷേത്രമുള്ളത്. അതായത് മധുരയും കഴിഞ്ഞ് മുന്നോട്ടൊരു 5 കിലോമീറ്റർ വരുമ്പോഴാണ് ഇത്തരത്തിലൊരു ഈ തിരുപ്പുറംകുണ്ട്രം എന്ന് പറയുന്ന ക്ഷേത്രമുള്ളത്. ഈ ക്ഷേത്രത്തിലേക്ക് പ്രധാന പാതയിൽ നിന്നും ഒരു മലയിലേക്ക് കയറുന്ന ഒരു സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഈ ക്ഷേത്രത്തിലേക്ക് ഉള്ളിലേക്ക് കയറുന്ന ഒരു മുൻവശം തന്നെ ഈ ഗോപുരമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആ മണ്ഡപം അത് വളരെയധികം ഒരു വാസ്തുകലയൊക്കെ തന്നെ അതിൽ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുന്നത് ഇതുവഴിയാണ്. ഇതുവഴി മലയ്ക്കുള്ളിലേക്ക് പോയാണ് ഈ മുരുക ഭഗവാനെ ദർശിക്കുന്നത്. എന്തായാലും നമുക്ക് വലിയൊരു തിരക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതേസമയം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്നു, കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ നിരോധനാജ്ഞ ഈ പ്രദേശത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടേക്ക് രാഷ്ട്രീയ നേതാക്കൾ എത്തുമ്പോഴും അവരുടെ പ്രതികരണങ്ങൾക്കൊക്കെ തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ കടകളിലൊക്കെ തന്നെ പൂക്കളൊക്കെ വിൽക്കുന്ന ആളുകളുണ്ട്, അവരൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇവിടേക്ക് എത്തുന്ന നിരവധി ഭക്തരുണ്ട്. എന്തായാലും അമ്മ ഇங்கே വ്യാപാരം നടന്നിട്ട് ഇരിക്കുക. എന്തായാലും അത് തന്നെയാണ് നേരത്തെ നമ്മളോട് സൂചിപ്പിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഒരു വിഭാഗം ആളുകൾ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ SDPI പോലുള്ള സംഘടനകൾ ഇവിടെ ശ്രമിച്ചു എന്നുള്ളതാണ് ഇവിടെയുള്ള ജനങ്ങളും നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. അവരൊക്കെ തന്നെ ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി ഇവിടെ കച്ചവടം നടത്തി വരുന്നവരാണ്. അതോടൊപ്പം തന്നെ ഇവിടേക്ക് നിരവധി തവണ, അതായത് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം മുരുകൻ എന്ന് പറയുന്നത് അവരുടെ വിശ്വാസപ്രകാരം എല്ലാ തരത്തിലും അവർക്കൊരു വികാരം തന്നെയാണ്. അത്തരത്തിൽ മുരുക ഭഗവാനെ ദർശിക്കുവാൻ വരുന്നവരാണ്. അവരാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഒത്തുകൂടിയത്. ആ ഒരു മന്ത്രമൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. വെട്രിവേൽ വീരവേൽ എന്നുള്ള മന്ത്രം മുഴക്കിക്കൊണ്ടായിരുന്നു ഇവിടേക്ക് ഭക്തർ എത്തിച്ചേർന്നത്. എന്തായാലും ഇവിടെയൊക്കെ കച്ചവടം നടത്തുന്ന ആളുകളുണ്ട്. അമ്മ ഇங்கே എപ്പിടി പോകുന്നത് നിലമേ? ഇവിടെ മലയാളം അറിയാമോ? തമിഴിൽ വരെ ഇங்கே ഒരു மிருகபலி நடந்துட்டு. மிருகபலி பண்ணுறதுக்கா ஒரு 10-15 நாளைக்கு முன்னே ஒருத்தர் ஆடையை தூக்கி தோலை போட்டுக்கிட்டு வந்து மலைக்கு மேலே போய் கடா விருந்து பண்ணுற மாதிரி வந்தாங்க. அதில் ஆரம்பித்து தான் இந்த பிரச்சனை. அதுக்கு பிற்பாடு அவனை கட்டுப்படுத்த வைக்க வேண்டிய மசூதியோட நிர்வாகம் அவனை கட்டுப்படுத்தி வைக்கல. அதே போல் மணப்பாறை MLAயும் ராம்நாடு MPயும் வந்து அவன் சப்போர்ட் பண்ணுற மாதிரி ஆளுகளை கூட்டிகிட்டு வந்து மலைக்கு மேலே போய் கறி விருந்து சாப்பிட்டாங்க. இதில் தான் பிரச்சனை வந்து பூதாகாரமானது. அந்த கறி வச்சு சாப்பிட்டு இங்கே நேரம் வெளியே பிரியாணி வாங்கிட்டு வந்து வச்சு சாப்பிட்ருக்கான் மேலே போகிற பாதையில். அந்த பழக்கங்கள்லாம் இல்லாதது தான் இப்போ இவங்க புதுசாக ஆரம்பித்த பிரச்சனை உண்டு பண்ணுறதுக்காக பண்ணுது. அதனால இங்கே போராட்டம் நடந்துக்கிட்டு கண்டிப்பாக நடக்குமில்ல, போராட்டம் நடக்கத்தானே வேணும். இங்கே ஒரு பள்ளியோட தான் அல்லது தர்காவோட தான் 1858 வரைக்கும் மசூதியே மலைக்கு மேலே கிடையாது. அதுக்கு பிற்பாடு இப்போ ஒரு சில நூற்றாண்டுகளுக்கு உள்ளே தான்
ஒரு 100 அல்லது 150 வருஷத்துக்குள்ளே தான் இந்த மசூதி இங்கே உருவாயிருக்கு. நம்ம கோயில் வந்து 7வது நூற்றாண்டில் கட்டினது இங்கே இந்த இடத்துல. இதுக்கு முன்ன இது வந்து மன்னர்களால் கூன்பாண்டியன் மற்றும் திருமல நாயக்கரால் கட்டப்பட்ட கோயில். இந்த கோயில் கட்டுறதுக்கு முன்னே மலைக்கு பின்னால் வந்து ஒரு முருகன் கோயில் இருந்தது. அது யார் கட்டுனே தெரியலை, அந்த அளவுக்கு பழமை வாய்ந்த கோயில். அந்த கோயிலை வந்து முஸ்லீம்களோட படையெடுப்பு காலத்தில் அது சேதம் பண்ணி இன்றைக்கி போய் பார்த்தா கூட தெரியும், குகை கோயிலில் வந்து முருகனுக்கு தலை இருக்காது. அந்த அளவுக்கு அவங்க ஆவேசம் அடைஞ்சு நம்ம கோயில்களை பூரா நாசம் பண்ணி இருக்க பண்பொருள் பூரா அள்ளிட்டு போனாங்க. இங்கே வந்து நம்ம நாட்டை கொள்ளையடிக்கிறதுக்காக வந்தவங்க தான் இவங்க. இந்துக்களை வந்து வாழ வைக்கிறதுக்கெல்லாம் வரல. அப்படி வந்து இன்றைக்கும் அது தொடர்ந்துக்கிட்டே இருந்தேன்னா இன்றைக்குள்ள ஜென்ரேஷன் அதை அனுமதிக்க முடியாது. ஆமாம், இன்னும் ஆட்டை தூக்கிட்டு வந்துன்னா இன்னும் ஆட்டை தூக்கிட்டு வந்தோன்னா பிரச்சனை ஆரம்பிக்கும்ல. இவன் பண்ணாச்சானே அப்புறம் நம்ம ஆளுக பந்துக்கறியை தூக்கிட்டு போகும்ல. அவன் மசூதிக்குள்ளே வச்சு சாப்பிட அனுமதிப்பானா? இந்துக்கள் என்ன கேனையா? பொறுத்துக்கிட்டே போனோம், கொட்டை கொட்டை குனிஞ்சுக்கிட்டே வந்தோம். இனிமேல் 100 ரூபாங்கல்ல, நம்ம நிமிந்தா இவன் தாங்குவானா? பிரச்சனைகள் வரும். இவன் நான் ஆரம்பித்து வச்சிருக்கேன் பிரச்சனை. இன்னும் வந்து அதை கிளறிக்கிட்டே இருந்தோன்னா பிரச்சனை பூதாகாரமாக தான் ஆகும், குறையாது. அதிகாரிகள் என்ன சொல்ற? அதிகாரிகள் எல்லாம் சைலண்டாக இருக்கு. ஏன்னா டிஎம்கே ஆட்சி இல்லையா, அவங்க அப்படித்தான் இருப்பாங்க. ஸ்டாலின் எதுவுமே சொல்லுது? ஸ்டாலின் என்ன கோயில் நிர்வாகம், இந்த கோயில் நிர்வாகம் இல்லை, இதனோட மினிஸ்டர் சேகர் பாபு அவரே அமைதியா, ரொம்ப அமைதி, ரொம்ப சைலண்டாக இருக்கு. இல்லைன்னா முஸ்லீம்களோட ஓட்டு போயிடும் இல்லையா, அதுக்காக. அடுத்த எலெக்ஷன் வருது, நம்ம சட்டமன்ற தேர்தல் வருது. அந்த தேர்தலில் வந்து முஸ்லீம்களோட ஓட்டு வாங்கி அவங்க ஜெயிக்கணும், அதுக்காக அமைதியான போக்கை கடைபிடிக்குது. அந்த முஸ்லீம் லீக் எம்பி தான் நவாஸ் கனி. ஆமாம், இங்கே வந்து இருந்துட்டு போட்டுமே, நியாயம் பேசணும் இல்லை, யாராவே இருக்கட்டும். இதை நம்மளோட ஒரு எம்பி வந்தான்னு எப்படி பேசுவாங்க? நியாயம் பேசும். 2 சமுதாயத்துக்கு இடையில பிரச்சனை இல்லாத அளவுக்கு சால்வ் பண்ணி கொண்டு போகிறதுக்கு தான் பார்க்கணும். ஏன்னா இங்கே இந்து முஸ்லீம் கலந்து இருக்கிற ஒரு ஏரியா. அப்போ ஒருத்தன் கிளறி விட்டேன்னா இன்னொரு சமுதாயம் வந்து கிளர்ச்சி ஆயிரும் இல்லையா, பிரச்சனைகள் வரும். பிரச்சனை இல்லாத அளவுக்கு கொண்டு போகணும். இந்த ஊரில் வந்து அமைதியான முறையில் போகணும்ட்டானா எந்த எம்பி வந்தாலுமே வந்து மக்களை வந்து கட்டுப்படுத்தி வைக்கணும். ஆமாம், எது வந்தாலும் இந்த மாதிரி ஆட்டை இறக்குவ, அப்படியே மாட்டை அறுத்து அப்புறம் நான் மனுஷனே அறுப்பிருக்கேன். ஆடை கடை என்ன விட்டுறத நாங்கள் நாளைக்கு ஆலையை விட்டோம்னு நம்ம இன்ஸ்பெக்டர் இருக்கல, அவர் முன்னாலே சொல்லுது, எந்த ஆக்ஷனுமே எடுக்கலையே. அப்படி சொல்லிடுச்சு. ஆளுங்கட்சி அவங்களுக்கு ஃபுல் சப்போர்ட்டாக இருக்குது, 100%. அப்படி இன்ஸ்பெக்டர் முன்னாடியே சொன்னாங்க. அது வீடியோலாம் இருக்கு, ஆதாரமே இருக்கு. ஆமாம், அவங்க சொல்ற இது வகப் பூமி, வகப் போர்டு தான் இங்க. வக்ஃப் போர்டு உற்பத்தி ஆகுது 50 வருஷம் தான் ஆகுது. கோயில் உற்பத்தி ஆகுது எத்தனை ஜெனரேஷன் ஆகுது. நம்மளோட 1000 வருஷத்துக்கெல்லாம் மேலே 1343வது வருஷத்துல தானே இது. ஆமாம், கோயில் என்னைக்கு வந்தது, மசூதி என்னைக்கு வந்துச்சு, அது எப்படி முன்ன மேலே அடங்கி எல்லாம் போக மாட்டாங்க, பிரச்சனை. ஆமாம், கோயில் வந்து அதனுடைய காலகட்டங்களே தெரியாது. இது கட்டினது கூட இந்த மன்னர்களும் தெரியும். ஆனால் பின்னால் உள்ள கோயில் கட்டின எந்த மன்னன்னே தெரியலை. எந்த காலத்தையும் நம்ம முன்னோர்கள் கட்டின கோயில் அது. போஸ்டர் வச்சுங்களா? போஸ்டர் தெரியல, அந்த தெரியல. இந்த ஆட்டை கொண்டு வாங்க மனோஜ் காட்டி அதை பற்றி எல்லாம் ஒன்றும் இல்லை. ஆனால் மலைக்கு மேலே வந்து அவங்களுக்கு ஒரே ஒரு இதுதான் இருந்தது, சமாதி. இன்னைக்கு வந்து 5 சமாதி வந்திருக்கு. அது எப்படி வந்தது? அது எப்படி வந்துச்சு? அதாவது நம்ம கோயிலோட இடங்களை வந்து ஆக்கிரமிக்கிறாங்க. ஆக்கிரமித்து நாளைக்கு இன்னைக்கு மலைக்கு மேலே கடா விட்டுருவேன், நாளைக்கு கோயிலுக்குள்ளே வந்து கட்ட மாட்டான்றது என்ன இருக்குது? எல்லாமே நடக்கும். இவங்க ஆரம்பித்து வைக்கிறாங்க. மொத்தத்தில் வந்து பாபர் மசூதி மாதிரி ஒரு பிரச்சனை இங்கே உருவாக்கத்தான் போகிறாங்க. நல்லா தெரியும் வரும். இவங்க பிரச்சனை பண்ணாச்சுன்னா நம்ம ஆளுகளும் பிரச்சனை ஒன்றும். இது வரைக்கும் அமைதியாக தான் இருக்கும். கிளறி விட்டுக்கிட்டே இருந்தானே பிரச்சனை தான் வரும். ஆமாம் മനോജ്, ശക്തമായ ഭാഷയിലാണ് ആ അമ്മ പ്രതികരിച്ചത്. முன்னே இருக்கு. ஆமாம், கோயில் தான் முன்னால் இருந்தது, இது மசூதியெல்லாம் பின்னால் வந்தது தான். கோயில் வந்து மன்னர் காலத்துக்கு முன்னாலேருந்து வந்தது. அப்போ இது வந்து இப்போ ஏற்பட்டது அதுவாசி. இது வந்து சாத்தியப்படாது. அந்த காலத்தில் செய்கிறான் அப்படின்னா மறைமுகமாக செஞ்சுருக்கலாம், சமைச்சிருக்கலாம், சாப்பிட்ருக்கலாம். இப்போ வந்து நாகரிக காலங்கள் டெவலப் ஆகிட்டே போகுது. இப்போ வந்து பழையபடிக்கு நான் வெட்டுவேன் அப்படின்னா எப்படி ஏற்றுக்க முடியும்? ஆடு வெட்டுவேன், மாடு வெட்டுவேன். நவாஸ் ஷெரீப் வந்து இங்கே வச்சு சாப்பிட்டது எல்லாம் வீடியோ படம் எடுக்கு எல்லாம் இருக்குது. நான் சாப்பிடலை, என் பக்கத்தில். മനോജ്, നമുക്കിതിന്റെ വിശദാംശങ്ങൾ തുടർ വാർത്തകളിൽ ആവശ്യമുണ്ട്. അമ്മ ശക്തമായ ഭാഷയിൽ തന്നെയാണ്, അതിശക്തമായ ഭാഷയിലാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. വളരെ കൃത്യമായി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നം അവിടെ ഉടലെടുക്കുന്നത് എന്നതിൻ്റെ വളരെ കൃത്യമായ വിവരണമാണ് ആ അമ്മ നൽകിയത്. മുസ്ലിം ലീഗിൻ്റെ MP അടക്കമാണ് അവിടെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വന്നത്. അങ്ങനെ ഹൈന്ദവ വിശ്വാസങ്ങളെ അങ്ങനെ നിഹനിക്കാൻ വന്നാൽ വളരെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകും എന്ന് ആ അമ്മ തന്നെ പറയുകയാണ്. അതുതന്നെയാണ് അവിടെ നിന്നുള്ള
വികാരം.